5th ജനറേഷൻ വാർപ്ലെയിൻ. ലോകത്തിലെ തന്നെ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളിൽ മികച്ചത് എന്ന് അമേരിക്ക അഭിമാനത്തോടെ അവകാശപ്പെടുന്നത് F-35. ഒരു F-35 UK നിന്ന് വന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ കുറേ കാലം കടന്നു, ഒരുപാട് ട്രോളൊക്കെ ഏറ്റുവാങ്ങി, അത് പോയി. എന്ത് തകരാറായിരുന്നു? യന്ത്ര തകരാറാണോ എന്താണോ അറിയില്ല. ഇന്ത്യക്ക് 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ഇല്ലെന്നാണ്. അപ്പോൾ ട്രംപ് വാഗ്ദാനം ചെയ്തു F-35 തരാമെന്ന്. ഇനി ഇന്ത്യ അത് വാങ്ങണോ? വാങ്ങാതിരിക്കുന്നതാണ് ബുദ്ധി. അതായത് ഈ F-35 എന്ന് പറയുന്നത് ലോക്ഹീഡ് മാർട്ടിൻ്റെ ഒരു ഈ 5th ജനറേഷൻ അഞ്ചാം തലമുറയിൽപ്പെട്ട ഒരു യുദ്ധവിമാനമാണ്. അതിൽ ആ എഫ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതിന് ഇപ്പോഴത്തെ ഒരു നിർവചനം ഫോൾട്ട് എന്നാണ്. മനസ്സിലായി? ഇന്ന് ഈ ജന്മനാ ഉള്ള ചില കുഞ്ഞുങ്ങൾക്ക് ഈ ജനിതകപരമായിട്ട് ഈ എന്താ പറയുക, ബാലാരിഷ്ടത എന്നൊക്കെ പറയില്ലേ, നിരന്തര അസുഖങ്ങൾ വരുന്നൊരവസ്ഥ, ആ ശ്രേണിയിൽപ്പെട്ട ഒരു സംഗതിയാണ് ഈ F-35 എന്ന് പറയുന്നത്. കാര്യം അത് എന്നാണോ ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് എവിടെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ പണിമുടക്കാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വിവരം ഒരെണ്ണം കൂടി തകർന്നു. ഒരു ഡസൻ തികച്ചു. ഒരു ഡസൻ ഇതുവരെ, അതായത് 2018 ഇത് US ആർമിയുടെ ഡയറക്റ്റ് ഓപ്പറേഷൻ്റെ ഭാഗമായത്. 2018 മുതലാണ് ഇത് അവർ US ആർമി ഉപയോഗിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് അവരുടെ ഈ 95 മുതൽ F-35 ആയിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എയർഫോഴ്സിൻ്റെ ഭാഗമായത് 2018 അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ട് 11 എണ്ണം തകർന്നു എന്നായിരുന്നു കണക്ക്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരെണ്ണം കൂടി ആയപ്പോൾ ഒരു ഡസൻ തികഞ്ഞു. അത് നടന്നത് പിന്നെ നമ്മുടെ കാലിഫോർണിയയിലാണ്. അവിടെ ഭാഗ്യവശാൽ ആ പൈലറ്റിന് അപകടമൊന്നും പറ്റിയില്ല. നേവി ഉപയോഗിക്കുന്ന ഒരു F-35 ആണ് തകർന്നത്. അപ്പോൾ ഇപ്പോഴും, അതായത് നമ്മുടെ ഒരു 1.5 മാസത്തോളം ഒരു F-35 നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന് കിടന്നപ്പോൾ ഒരുപാട് വാർത്തകൾക്ക് പ്രാധാന്യം വന്നു, ഒരുപാട് ട്രോളുകൾ വന്നു. അപ്പോൾ ഇത്തരത്തിൽ, അതായത് നമ്മൾ എന്തോ വലുത് പ്രതീക്ഷിച്ചിട്ട് ഒന്നുമല്ലാണ്ട്, ചില സിനിമകളിലൊക്കെ വലിയ ഘടാഘടിയന്മാരായ ഗുണ്ടകളൊക്കെ വന്നിട്ട് നായകൻ്റെ ഒരു വിരട്ടിൽ ചമ്മിപ്പോകുന്ന തരത്തിലുള്ള പരിപാടി ഉണ്ടല്ലോ, ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഈ F-35 എന്ന് പറയുന്നത്. അതായത് ഇതിനെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് പോലും ഒരു മതിപ്പില്ലാത്തൊരു വിമാനമെന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അവിടുത്തെ ഈ യുദ്ധ ഉപകരണങ്ങളുടെ മൂല്യനിർണ്ണയം നടത്തുന്ന ഒരു സമിതി, അതിൻ്റെ സമിതിയുടെ പേര് US ഡയറക്ടർ ഓഫ് ഓപ്പറേഷണൽ ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ. അവരാണ് ഈ യുദ്ധവിമാനങ്ങൾ അടക്കം അതിൻ്റെ കാര്യക്ഷമതയൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ അവരുടെ ഒരു പരിശോധനയിൽ ഈ വിമാനം വിശ്വസിക്കാനേ കൊള്ളില്ല. അവർ പറയുന്നത് ഇതിന് അവകാശപ്പെടുന്ന ഒരു പ്രത്യേകതകളും ഇതിന് നിറവേറ്റാൻ പറ്റുന്നില്ല. ഇവർ പറയുന്നു ഈ F-35 സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉണ്ടെന്ന്. സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള ഇതിനേക്കാൾ വില കുറഞ്ഞ, ഇതിനേക്കാൾ ജനറേഷൻ താഴെയുള്ള വിമാനങ്ങൾ വേറെയുണ്ട്. അതെ, F-16 ഇതേപോലെ അമേരിക്കയുടെ മുന്തിയ ഒരു വിമാനമാണ്. പക്ഷേ അത് 5ാം തലമുറയിൽപ്പെട്ടതല്ല. പക്ഷേ ഈ 5ാം തലമുറയെന്ന് അവകാശപ്പെടുന്ന ഈ വിമാനത്തിന് ഇതിന് തൊട്ട് താഴെയുള്ള 4ാം തലമുറ അല്ലെങ്കിൽ 4.5 ജനറേഷൻ വിമാനങ്ങളുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും താഴെ പോകുന്ന ഒരവസ്ഥയിലുള്ള വിമാനമാണിത്. ഇതിന് അവകാശപ്പെടുന്ന യാതൊരു പ്രത്യേകതകളുമില്ല. അതായത് മിഷൻ റെഡി, അതായത് ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടായാൽ ഈ വിമാനം എടുത്തുകൊണ്ടുപോയി ആക്രമിക്കാൻ പറ്റണം. അപ്പോൾ അതിന് അവർ ഇട്ടേക്കുന്ന മാർക്ക് 65%. 65% ഈ വിമാനം റെഡി ആയിരിക്കണം. അതായത് അത് കണക്കാക്കുന്നത് ഇവർ നിരവധിയായ പരിശീലന പറക്കലുകൾ നടത്തും. ഒരുപാട് വ്യോമാഭ്യാസ പ്രകടനം, അതായത് മറ്റ് രാജ്യങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ടുള്ള സൈനിക അഭ്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിനെ പങ്കെടുക്കും. അപ്പോൾ അങ്ങനെ ഇവർ ഇവാലുവേഷൻ നടത്തിയപ്പോൾ ഇവർ ടാർഗറ്റ് ഇട്ടേക്കുന്ന മാർക്ക് 65%. അതായത് US ഡിഫൻസ് കണക്കാക്കി 65% മാർക്ക് വേണമെന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. പക്ഷേ ഈ F-35 51% മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതെ, പക്ഷേ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ 5ാം തലമുറയിൽപ്പെട്ട വിമാനം, ഇപ്പോൾ തുർക്കിക്ക് കാൻസ് എന്നും പറഞ്ഞൊരു വിമാനമുണ്ട് 5ാം തലമുറയിൽപ്പെട്ടത്. ഇത് അമേരിക്കൻ നിർമ്മിതമായതുകൊണ്ട് ഇതിന് എന്തൊക്കെയോ വലിയ പ്രത്യേകതകളുണ്ടെന്ന് അവകാശപ്പെടുന്നത് കൊണ്ട്, അതായത് അമേരിക്ക ഇവിടെ ബുദ്ധിപരമായിട്ടൊരു പരിപാടി ചെയ്യുന്നുണ്ട്. ഈ വിമാനം അമേരിക്ക വലിയ കൊട്ടിക്കോശി എന്തോ വലിയ സംഭവമാണെന്ന് അവരുടെ ആർമിയുടെ ഭാഗമാക്കി. കൂടാതെ അവരുടെ സഖ്യരാഷ്ട്രങ്ങളുണ്ടല്ലോ, സഖ്യരാഷ്ട്രങ്ങളും പിന്നെ നാറ്റോയിൽപ്പെട്ട
കുറേ രാജ്യങ്ങൾക്കും ഇതിങ്ങനെ കൊടുക്കാൻ തുടങ്ങി. ഇതെന്തോ വലിയ സംഭവമാണെന്ന്. ആ. അമേരിക്കയ്ക്ക് 1000 യുദ്ധവിമാനങ്ങളാണ് അവർ ഓർഡർ ചെയ്തേക്കുന്നത്. അവരുടെ എയർഫോഴ്സിന്റെ ഭാഗമായിട്ട് 1000 വേണം. എന്നാൽ മൊത്തം നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കടക്കം 3000 യുദ്ധവിമാനങ്ങൾ. ഇതാരാ നിർമ്മിക്കുന്നത്? അമേരിക്കൻ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് സ്ട്രാറ്റജിയും ഉണ്ട്. കാര്യം ഇത് നിർമ്മിച്ചാൽ ഒരു വിമാനത്തിന് മിനിമം 700 കോടിക്ക് മുകളിലാണ് ഇന്ത്യൻ വില. അപ്പോൾ ഇത്രയും സാധനം, അതായത് ഇവർ അമേരിക്കയുമായിട്ടുള്ള സഹകരണത്തിന്റെ പേരിൽ, സൈനിക സഹകരണത്തിന്റെ പേരിൽ ഇത് വാങ്ങാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന നാറ്റോ സഖ്യരാഷ്ട്രമായ ഫ്രാൻസ് അപകടം മണത്തു. കാര്യം ഫ്രാൻസിന് സ്വന്തമായിട്ട് വിമാനമുണ്ട്. നമ്മളിപ്പോൾ വാങ്ങിയ നമ്മുടെ റഫേൽ. പക്ഷെ അത് 5ാം തലമുറയിൽപ്പെട്ട വിമാനമല്ല, 4.5 ജനറേഷനിൽപ്പെട്ട വിമാനമാണ്. അതെ, അതായത് ഈ പറയുന്ന F-35 മികച്ചതാണ് റഫേൽ എന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതായത് അമേരിക്കയുടെ കൂട്ടുകക്ഷികൾക്കിടയിൽ ഫ്രാൻസ് അമേരിക്കയുടെ വാങ്ങണ്ട, ഞങ്ങളുടേതാണ് ബെറ്റർ. കാര്യം അതായത് ഈ തിരുവനന്തപുരത്ത് വന്ന് കിടന്ന ചരിത്രമടക്കം അവരിങ്ങനെ വിളംബരം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിൽ ആശയക്കുഴപ്പത്തിൽ കിടക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. തീർന്നില്ല, ഇനിയുണ്ട് കഥ. അതായത് നമ്മുടെ ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഉള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ. അതായത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൽ അങ്ങനെ ബദലായിട്ട് അമേരിക്കയിലുള്ളൊരു സംഭവമുണ്ട്. അതിൻ്റെ പേര് US ഗവൺമെൻറ് അക്കൗണ്ടബിലിറ്റി ഓഫീസ് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു കണക്ക് പ്രകാരം നമ്മൾ ഈ പറയുന്ന F-35, അതായത് അമേരിക്കയിലെ F-35 എന്ന് പറഞ്ഞ പ്രൊജക്റ്റിന് അവർ കണക്കാക്കിയിരിക്കുന്ന ചെലവ് 1.1 ട്രില്യൺ എന്ന് വെച്ചാൽ ലക്ഷം കോടി, 1.1 ലക്ഷം കോടി രൂപയാണ് അവർ കണക്കാക്കിയത്. പക്ഷെ ഇപ്പോൾ അത് 1.58 ലക്ഷം കോടിയായിട്ട് വർദ്ധിച്ചു. അപ്പോൾ ഇങ്ങനെ, അതായത് സർക്കാരിൻ്റെ പണം വെറുതെ അത് ഈ ലോക്ഹീഡ് മാർട്ടിൻ എന്ന പ്രൈവറ്റ് കമ്പനിയാണ്, അതിലോട്ട് ഇങ്ങനെ പമ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ. ഇനിയും തീർന്നിട്ടില്ല, കുറേ സാധനം കൂടിയുണ്ട്. അതായത് ഒരു രഹസ്യ അന്വേഷണ റിപ്പോർട്ട് വന്നു. ഇപ്പോൾ അമേരിക്കയും ചൈനയുമായിട്ട് ഭയങ്കര വ്യാപാര യുദ്ധം നടക്കുകയാണല്ലോ. ചൈന വേണ്ട, ഞങ്ങളത് മതി എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. പക്ഷേ രസകരമായ സംഗതി എന്തെന്നാൽ ഈ പറയുന്ന F-35 വിമാനത്തിൻ്റെ നിർണായക കോമ്പോണൻ്റായ ടർബോ മെഷീൻ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ അതിലുപയോഗിക്കുന്ന യന്ത്ര സംവിധാനം ചൈന മേഡാണ്. എന്നിട്ടാണ് കൊമ്പ് കാണിക്കുന്നത്. അപ്പോൾ ചൈന വേണ്ട, ചൈനയിൽ നിന്നുള്ള സംഗതികൾ വേണ്ട എന്ന് പറയുമ്പോൾ ഈ സ്പെയർ പാർട്സ് ചൈനയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഈ ലോക്ഹീഡ് മാർട്ടിന് F-35 സമയത്തിന് കൊടുക്കാൻ പറ്റില്ല. ഈ പറയുന്ന ഫ്രാൻസ്, ജർമ്മനി, അതേപോലെ തന്നെ ബ്രിട്ടൻ, അവരുടെയൊക്കെ ഒരു നിലപാട് ഈ F-35 നോക്കിയിരുന്നാൽ നമ്മുടെ കാര്യം നടക്കില്ല, ഈ സമയത്ത് കിട്ടുന്നില്ല. അത് മാത്രമല്ല, വിമാനം കിട്ടിയാൽ അതിനെ ഉപയോഗിക്കേണ്ട ആയുധങ്ങൾ കിട്ടാൻ വേണ്ടി വീണ്ടും വർഷങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ അതിനും ഡിലേ ഉണ്ടാകും. അതുകൊണ്ട് ഈ F-35 പ്രൊജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകുന്ന അപകടകരമാണെന്ന് അവിടെയുള്ള രാജ്യങ്ങൾ നിലപാടെടുക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് ഈ F-35 അവർ നേരത്തെ തന്നെ അതിനെ വിശേഷിപ്പിച്ചത് ഒരു ടെക്നിക്കൽ ബ്ലണ്ടർ എന്നാണ്. അതായത് ഇതിന് ഒരുപാട് പ്രത്യേകതകൾ ഇവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പ്രത്യേകതകൾ തന്നെയാണ് ഇതിൻ്റെ ഡ്രോബാക്കും. ഇപ്പോൾ കേരളത്തിൽ വന്ന് എന്തുകൊണ്ടൊരു വിമാനം 1.5 മാസത്തോളം സ്റ്റക്കായി കിടന്നു? കാര്യം സാധാരണ എഞ്ചിനീയർമാർക്ക്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എഞ്ചിനീയർമാർക്ക് ഇടപെടാൻ പറ്റാത്ത അത്ര സങ്കീർണമാണ്, ഭയങ്കര കോംപ്ലക്സ് ആണ് ഈ ഇതിൻ്റെ സംഗതികളൊക്കെ. അതുകൊണ്ട് എന്ത് പറ്റി? അവർക്ക് ബ്രിട്ടന് അവരുടെ വിമാനം ശരിയാക്കി കൊണ്ടുപോകാൻ ലോക്ഹീഡ് മാർട്ടിൻ്റെ അമേരിക്കയിലെ എഞ്ചിനീയർമാരെ കൊണ്ടുവരേണ്ടി വന്നു. അപ്പോൾ ഇത് മറ്റുള്ള രാജ്യങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ, ഇതിനെന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചില വണ്ടിയൊക്കെ മേടിച്ചാൽ പണിയാനുള്ള മേസ്തിരി കമ്പനി എന്ന് വരണം എന്ന് പറയില്ലേ, ആ അവസ്ഥയിലാകും എന്നുള്ളൊരു സന്ദേശമാണ് കിട്ടിയത്. നമ്മൾ പാകിസ്ഥാന്റെ കൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഈ യുദ്ധവിമാനം കൊണ്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ല, അതുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള ഏവിയേഷൻ വിദഗ്ധർ ഇന്ത്യക്ക് കൃത്യമായ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ F-35 നമ്മൾ വാങ്ങാൻ നിൽക്കരുത്. നമുക്ക് അത്ര നിർബന്ധമാണെങ്കിൽ റഷ്യയുടെ സുഖോയ് ഉണ്ട്, സുഖോയ് 57. അതൊരു 5ാം തലമുറ വിമാനമല്ല, പക്ഷേ 4.5-നേക്കാളും മികച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനോട് കിടപിടിക്കുന്ന എല്ലാ പ്രത്യേകതകളും അതുകൊണ്ട് റഷ്യ നമുക്ക് വിശ്വസിക്കാവുന്ന ആളാണ്. കാര്യം വർഷങ്ങളായിട്ട് അവരുമായിട്ട് ഇടപാടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അത് സജസ്റ്റ് ചെയ്യുകയാണ്. അതുകൂടാതെ നമുക്ക് സ്വന്തമായി 5ാം തലമുറ വിമാനം നിർമ്മിക്കാനായിട്ട് നമുക്ക് പദ്ധതിയുണ്ട്, പക്ഷെ അതിന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ ടൈം ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒരു കാരണവശാലും F-35 മേടിക്കേണ്ട. മേടിച്ചു കഴിഞ്ഞാൽ 8ൻ്റെ പണിയാണ്. പകരം റഷ്യയുടെ മേടിക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ളൊരു നിർദ്ദേശം.